യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. എൻ്റെ പേര് ലിൻസി. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബർ 25-നാണ്. എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗമായിരുന്നു എനിക്ക് ബഹ്റിനിൽ നല്ലൊരു ജോലി ലഭിക്കുന്നതിനായിട്ട്. കാരണം ഞാൻ സൗദിയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ് ബഹ്റൈനിലാണ് ബിസിനസ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിനായിട്ട് അവിടെ ഒരു ജോലിയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിൽ ഞാൻ നിയോഗം എടുത്തിരുന്നു. നിയോഗം എടുത്തതിനുള്ള വിശ്വാസത്തിൽ ഞാൻ ഡിസംബറിൽ അവധി കഴിഞ്ഞ് ചെന്ന് ഡിസംബറിൽ റെസിഗ്നേഷൻ വെച്ച് ഫെബ്രുവരി വരെയാണ് എൻ്റെ റെസിഗ്നേഷൻ പീരീഡ്. ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് എൻ്റെ ഒരു ബഹ്റൈനിലുള്ള കസിൻ സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു, ബഹ്റൈനിലൊരു ഡിഫൻസ് ഹോസ്പിറ്റൽ അവിടെ വേക്കൻസി ഉണ്ട്, ഇൻ്റർവ്യൂ 8-9 തീയതികളാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സമയത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ ക്ലിയറൻസ് ഒന്നും കഴിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ മാതാവിനോട് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, അമ്മ മാതാവിന് എനിക്ക് ഈ ജോലി തരാൻ ഇഷ്ടമെങ്കിൽ എനിക്ക് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കൂടാതെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വിട്ടു. 2 ദിവസം കഴിഞ്ഞ് ആ ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു, ഇൻ്റർവ്യൂ ഡേറ്റ് മുന്നോട്ട് മാറ്റി 15-16 തീയതികളാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞു. എനിക്ക് ആ ഇൻ്റർവ്യൂ 15-ാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കാശുരൂപം കൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നത്. കൂടാതെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഞാൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. എനിക്ക് ഓഫർ ലെറ്റർ ലഭിച്ചു. മാർച്ച് 13-ാം തീയതി എനിക്ക് നാട്ടിൽ വരേണ്ടി വന്നു. പ്രോസസ്സിങ്ങിന് വേണ്ടി നാട്ടിൽ ചെല്ലണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ നാട്ടിൽ ഞാൻ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞ് പ്രോസസ്സിങ് ഭയങ്കര ഡിലേ ആയിരുന്നു. ആ സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടേയിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു, ഇത്രയും ഡിലേ ആവുകയാണെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ നോക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ മാതാവ് തന്ന ജോലി ആയതുകൊണ്ട് ഞാനിത് ഉറച്ച് വിശ്വസിച്ച് എനിക്ക് കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒക്ടോബറിൽ ഞാനിവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിയത് വഴി അച്ഛനെ കാണാനും ബ്ലെസ്സിങ് കിട്ടാനും എനിക്ക് സാധ്യമായി. അങ്ങനെ ഒക്ടോബർ 28-ാം തീയതി ഞാൻ ഇവിടുത്തെ ജപമാല റാലി പങ്കെടുത്തു. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്, അമ്മ മാതാവ് 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ നവംബർ 28-ന് എൻ്റെ വിസ എൻ്റെ കയ്യിൽ തന്നു. മാതാവ് അനുഗ്രഹിച്ചു. ആ വിസ എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇത്രയും എനിക്ക് തടസ്സം തന്നു. അതിലൊന്നും ഞാൻ എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഡിസംബർ 15-ന് മുന്നായിട്ട് എനിക്ക് അമ്മ മാതാവ് എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും ക്ലിയറാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇന്നലെ എനിക്ക് എല്ലാം ക്ലിയർ ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്ന് എൻ്റെ ഇമിഗ്രേഷനും എല്ലാം ക്ലിയറായി. ഞാൻ ഇന്നലെ ടിക്കറ്റ് എടുത്തു. ഡിസംബർ 17-ാം തീയതി ഞാൻ ബഹ്റൈനിലോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മെഡിക്കലിൻ്റെ സമയത്ത് എനിക്ക് എക്സ്റേക്കകത്ത് പാച്ചസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമൂലം എനിക്ക് മെഡിക്കൽ ഫിറ്റ് ആവാൻ സാധിക്കത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ടോക്കുകൾ കേട്ടും ഉടമ്പടി തൈലം എൻ്റെ നെഞ്ചത്തൊക്കെ പുരട്ടി കുരിശ് വരച്ചു. കാശുരൂപം കൊണ്ട് ഞാൻ എക്സ്റേ എടുത്ത് കഴിഞ്ഞ് 1 മണിക്കൂർ റിപ്പോർട്ടിങ്ങിനുണ്ടായിരുന്നു. ആ 1 മണിക്കൂർ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂസ് ചൊല്ലിക്കൊണ്ടേയിരുന്നു. റിപ്പോർട്ട് കിട്ടി. എനിക്ക് റിപ്പോർട്ടിന് ഒരു കുഴപ്പമില്ല. റിപ്പോർട്ട് നോർമലായിട്ട് എനിക്ക് തന്ന മെഡിക്കൽ ഫിറ്റ് ആവാൻ സാധിച്ചു. ഈ പ്രോസസ്സിങ്ങിൻ്റെ ഈ ഒരു 8 മാസക്കാലം അമ്മ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിച്ചു. അതുപോലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ വന്ന സമയത്ത് അമ്മ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് ജീവിക്കാൻ സാധിച്ചു. അതുപോലെ എൻ്റെ ഉടമ്പടിയിൽ വേറൊരു നിയോഗമായിരുന്നു. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ, അവർ കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. പക്ഷെ അവരുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം അവർ വേറെ പിരിഞ്ഞ് ജീവിക്കുമായിരുന്നു 1 വർഷത്തോളം. അങ്ങനെ ഞാൻ അതിൻ്റെ നിയോഗത്തിൽ വെച്ച് ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഇനി ഒരുമിച്ച് ജീവിക്കുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ആ നിയോഗത്തിൽ ഞാനും കുടുംബം എല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അമ്മ മാതാവ് അവരെ ഒരുമിപ്പിക്കുകയും അവരിപ്പോൾ സുഖമായിട്ട് ഇപ്പോൾ 1 മാസമായി അവർ സന്തോഷത്തോടെ ഫാമിലിയായിട്ട് ജീവിക്കുന്നു. ആ ഒരു വലിയ കൃപ തന്നതിനായിട്ട് മാതാവിനോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അതുപോലെ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് എൻ്റെ കാലയിൽ എനിക്ക് നീരായിരുന്നു. ഇച്ചിരി ഒന്ന് നടന്നു കഴിഞ്ഞാൽ തന്നെ കാലേ നീരാ. അങ്ങനെ 2-3 മാസക്കാലം അങ്ങനെ കുറച്ച് നടന്നാലും നീരാവും. അങ്ങനെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്താ കാലേ നീരെന്താന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം കാലേ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു.
അത് കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് മറന്നു. പക്ഷേ പിന്നെ എനിക്ക് ആ ഒരു നീര് വന്നിട്ടേ ഇല്ല. എത്ര ദൂരം സഞ്ചരിച്ചാലും എവിടെയൊക്കെ പോയാലും. അതുപോലെ ഞാൻ ഒക്ടോബർ 28 ഇവിടുത്തെ ജപമാല റാലി പങ്കെടുത്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴും എൻ്റെ കാലിൽ ഒരു കുറച്ച് പോലും നീര് ഉണ്ടായില്ല. പിന്നെ എനിക്ക് നീരുണ്ടായിട്ടേ ഇല്ല എൻ്റെ കാലിൽ. അതുപോലെ എൻ്റെ വലത്തെ കയ്യിൽ ഒരു അരിമ്പാറയുണ്ട്. അത് അരിമ്പാറയല്ല, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എന്തോ നീഡിൽ കൊണ്ടിട്ട് അതങ്ങനെ കുരു പോലെ വന്നു. അത് 2 വർഷമായി. പക്ഷേ ഞാൻ അവിടെ ഉടമ്പടി തൈലം ഉപയോഗിക്കാറില്ലായിരുന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം ഞാനത് ഉടമ്പടി തൈലം എനിക്ക് എപ്പോഴും അതിങ്ങനെ എനിക്കത് ഇറിറ്റേഷനായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കണ്ടിന്യൂസ് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് ഞാനത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. എനിക്ക് തന്നെ ടെൻഷനായി, ഈ കയ്യിലാണോ അതോ ഈ കയ്യിലാണോ. അതിൻ്റെ ഒരു പാടുപോലും ഇല്ലാതെ എനിക്ക് അമ്മ മാതാവ് അത് മാറ്റി തന്നു. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരുപാട് കിട്ടാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്ന് വെച്ചാൽ ബർത്ത് ഡേറ്റും അവളുടെ സർട്ടിഫിക്കറ്റിലെ ഡേറ്റും ഒക്കെ ചേഞ്ച് ആയിരുന്നു. അങ്ങനെ കുറേ പേര് പറഞ്ഞു അത് കിട്ടാൻ പ്രയാസം, ഒരുപാട് സമയമെടുക്കും, ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനും ചേച്ചിയും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ അവൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി. അതിനായിട്ട് മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിന് ഇൻറ്റസ്റ്റൈനൽ ഇൻറ്റർസെപ്ഷനാണെന്ന് പറഞ്ഞു. വയറുവേദന അവൾക്ക് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു അൾട്രാസൗണ്ട് ചെയ്തപ്പം അതിനകത്ത് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം വന്നിട്ട് വീണ്ടും അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ അൾട്രാസൗണ്ടിന് പോകുന്നതിന് മുന്നേ കുഞ്ഞിന് ഉടമ്പടി ഉപ്പ് കൊടുക്കുകയും വയറിൽ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു പോയി. അൾട്രാസൗണ്ട് എടുക്കുന്ന സമയത്ത് ചേച്ചി കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് ഒരു കുഴപ്പമില്ല, കുഞ്ഞിന് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അതിനായിട്ട് മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ ഉടമ്പടി ജീവിതം കൂടുതൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു കഴിവൊക്കെ ദൈവം എനിക്ക് തന്നു. ഞാൻ ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അപ്പോൾ ജപമാലയൊന്നും അങ്ങനെ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ജപമാലയിൽ കൂടുതൽ പ്രാർത്ഥിക്കാനും എന്നും എപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടുന്നു അപ്പോഴൊക്കെ ഞാൻ ജപമാല ചൊല്ലാൻ എനിക്ക് മാതാവ് സഹായിച്ചു. അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കാനും സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുവാനും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്ക് മാതാവ് എന്നെ സഹായിച്ചു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഉടമ്പടി പത്രം ഞാൻ ഞങ്ങളുടെ അയൽപക്കങ്ങളിൽ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയും മാതാവിനെ അറിയാത്തവർക്കൊക്കെ പത്രം കൊടുത്ത് അറിയിക്കുവാനും ഹോസ്പിറ്റലുകളിലൊക്കെ പോയി രോഗികളെ കാണുവാനും അവർക്കൊക്കെ പത്രം കൊടുക്കുവാനും ഉടമ്പടി വസ്തുക്കൾ അവർക്ക് ഉപയോഗിക്കുവാനും മാതാവിനെ ഇടയാക്കി. അതുപോലെ ഓൾഡ് ഏജ് ഹോംസൊക്കെ വിസിറ്റ് ചെയ്യുവാനും അമ്മച്ചിമാരോടൊക്കെ പണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യുവാനൊക്കെ മാതാവിനെ ഒരുപാട് സഹായിച്ചു. എൻ്റെ കുടുംബത്തിലുള്ളവർക്കാണേലും ഞാൻ കാരണം മാതാവിനെ കൂടുതൽ അറിയുവാനും അവർക്കൊക്കെ വന്ന് ഉടമ്പടി എടുക്കാനും ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായി ഉടനെ കൃപാസന മാതാവേന്ന് അവർ ഉറച്ച് വിളിക്കാനും വിശ്വസിക്കാനും ഞാൻ മൂലം അവർ കാരണമായി. അതിനൊക്കെ മാതാവിനെ ഇടയാക്കിയതിനായിട്ട് 1000 നന്ദി ഈശോയ്ക്കും അമ്മ മാതാവിന് 1000 നന്ദി. സ്തോത്രം.